ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ വർഷവും ചെയ്യാറുള്ള ഈ മാത്തമാറ്റിക്സ് എന്നുള്ള പേരിൽ ഈ വർഷം നമ്മൾ അതിന് ഒരു പീരീഡ് ക്വസ് 90+ എന്നാണ്. 90+ന് മേൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ എല്ലാവരും, നിങ്ങളെല്ലാവരും എല്ലാ സെഷനിലും കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ നിങ്ങളുടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇപ്പോ ഫസ്റ്റില് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 10th ഗ്രേഡിലെ SLC എക്സാമിനേഷന് മാക്സിമം മാർക്ക് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടി വാട്ട് യു ഹാവ് ടു ഡു, യു നീഡ് ടു വർക്ക് ഹാർഡ്, യു ഹാവ് ടു സ്ട്രൈവ് ഹാർഡ്, വേണ്ടേ? അപ്പോഴാണ് നമ്മൾ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ന് മുതൽ, ഇന്നലത്തൊക്കെ നിങ്ങൾ മറന്നേക്കൂ, ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്തൊക്കെ മറന്നേക്കൂ. ഇന്ന് മുതൽ നമ്മൾ പുതിയ ലൈഫ്, പുതിയൊരു ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റഹ്മാൻ സാറാണ്. അദ്ദേഹം 10-11 വർഷങ്ങളായിട്ട് ഖത്തറില് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, സ്കൂളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ 3 വർഷങ്ങളായിട്ട്, അതിനു മുമ്പ് 2-3 വർഷം സൗദിയിലുണ്ടായിരുന്നു. ബെഞ്ച്മാർക്കിന്റെ കൂടെ 1 വർഷം ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ കുട്ടികൾക്ക് നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചോളം നമ്മുടെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻട്രൻസ് എംബഡഡ് പ്രോഗ്രാമാണ്. അതിന് അദ്ദേഹത്തിന്റെ എഫേർട്ട്, കഴിവുകൾ നമ്മൾ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മാർക്കുകൾ നല്ല സെക്യൂർ ചെയ്യാൻ വേണ്ടി സാധിച്ചു നമ്മുടെ കുട്ടികൾ പലരും ഇന്ന് ഐസറിലും നൈസറിലും IIT-കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ്സും നിങ്ങൾ മിസ്സാക്കാതെ കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാ സൺഡേസിലും, എല്ലാ ഹോളിഡേയ്സും നമുക്ക് മാത്സിന്റെ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കിംഗ് ഡേയ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈവനിങ് ആയിരിക്കും മിക്കവാറും. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈവനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ആർക്കെങ്കിലും അസൗകര്യങ്ങളോ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. കഴിയുന്ന പരമാവധി നിങ്ങളുടെ അസൗകര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ സമയം സെറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ ചെയർമാൻ റഫീഖ് സാർ ഉണ്ട്. നിങ്ങളുടെ ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ രതി മാം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ സംസാരം രതി മാമിന് കൈമാറാണ്. ഓവർ ടു രതി മാം. രതി മാം, ആർ യു ദേർ? Yes, please. Sir, yes, sir. I think I'm audible to you too. Yeah. Okay. So, good evening, everyone. It's a nice start, I should say, because as sir said, it's a new chapter begins in our life, right? നമ്മുടെ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. എല്ലാവരും ഇന്റൻസീവ്ലി യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ് ഫോർ ദാറ്റ് അക്കാഡമിക് ഇയർ, ബിക്കോസ് ഒരു ലാസ്റ്റ് ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂളിലും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ ഇന്റൻസീവ് ലെവലിൽ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എയ്ഡൻസ്, മീൻസ് അലോങ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ദർ അറ്റ് സ്കൂൾ ഇൻ യുവർ ഡിഫറെന്റ് സ്കൂൾസ്. ബിക്കോസ് ഐ നോ ഇവിടെ കാണുന്ന കുട്ടികളിൽ ലോട്ട് മെനി സ്റ്റുഡൻസ് ഉണ്ട്. അവര് ബെഞ്ച്മാർക്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. മോർ ദാൻ ദാറ്റ് പല സ്കൂളുകളിൽ നിന്നും പല ഭാഗത്തു നിന്നും ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് നമുക്ക്. സോ അവരുടെ എല്ലാവരുടെയും ഈ ഒരു ജേർണിയിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്പോർട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെഞ്ച്മാർക്കിന്റെ ആ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ വൺ ഫോർ ദിസ് പെർട്ടിക്കുലർ ഇയർ. ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായി. അപ്പോ കുറച്ചായിട്ട് ഞങ്ങൾ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് ഇന്നാണ് തുടങ്ങാൻ പോണത്. അപ്പൊ എല്ലാവരും അതിന്റെ ഇന്റൻസീവ് ലെവലിൽ തന്നെയാണ് കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്കൂളുകളിലായിക്കോട്ടെ മറ്റെല്ലായിടത്തും ആയിക്കോട്ടെ. ആൻഡ് യു നോ ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ക്ലാസ്സസ് ആൻഡ് യുവർ ക്ലാസ് എന്നുള്ളത് അല്ലെ. അവിടെ നടക്കുന്ന ക്ലാസ്സുകളും ഇവിടെയുള്ള ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡോ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അറ്റൻഷൻ കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഇവിടെ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഐ ഷുഡ് കോൾ ഇറ്റ് ആസ് മീറ്റ് ദ മാസ്റ്റർ സീരീസ് തന്നെയാണ് ഇത്. ബിക്കോസ് അതാത് സബ്ജക്റ്റുകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള
എൻട്രൻസിനൊക്കെ സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന എൻട്രൻസിന്റെ ക്ലാസ്സുകളെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് രീതിയിലായിരിക്കാം അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇതിന്റെ ടൈറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കണം, മാത്തമെട്രിക്സ് എന്നാണ്. എന്ന് വെച്ചാൽ ട്രിക്സ് ആണ് കൂടുതൽ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവരത് അവരുടെ എഫേർട്ടിന്റെ 100 ആൻഡ് മോർ ദൻ 100% അവരവിടെ ഫുൾഫിൽ ചെയ്ത് തരുന്നുണ്ട്. അത് ഒരു പർട്ടിക്കുലർ വേയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് പോകാൻ സ്കൂളുകളിലാവുമ്പോൾ സാധ്യമല്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്പോർട്ട്. അത് തരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പർട്ടിക്കുലർ ഏരിയ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മെമ്മറൈസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറെ ടെക്നിക്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടെയുള്ള ടീച്ചേഴ്സ് അത്തരത്തിലുള്ള ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കൂടാതെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ അവിടെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാം അറിയാം. പക്ഷെ എന്നാലും കുറച്ചുകൂടി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും എ കൈൻഡ് ഓഫ് ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം. That is what we always expect for this particular class. എല്ലാ സബ്ജക്ട് ഇൻ ദ സെൻസ് സയൻസ് ആൻഡ് മാത്സ് ആണ് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് നിങ്ങൾക്ക് ചെറിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളും അങ്ങനെയെല്ലാം ഞങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ലോട്ട് മെനി തിങ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു. ആം ഐ കറക്റ്റ് അനീവ് സർ? നമ്മൾ ഒരുപാട് സർപ്രൈസുകൾ ഇവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സർപ്രൈസുകൾ ഇൻ ദ സെൻസ് that you will be strengthened and you will be fledged man to write the 10th examination. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല കുറച്ച് കുട്ടികൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഞാൻ പഠിച്ചെത്തിയിട്ടില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആകെ കുറച്ച് ദിസ് ഇസ് നവംബർ. സോ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 15th ഓൺവേർഡ്സ് CBSE നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ 15-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഷീറ്റ് ഇപ്പൊ അടുത്ത് തന്നെ വരും. അപ്പൊ കൂടുതൽ കുറച്ചുകൂടി ടെൻസ്ഡ് ആയി മാറും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കാനിരിക്കുന്നത്. അപ്പോൾ കൂടുതലുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സർ സെറ്റ് നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ. അപ്പൊ നിങ്ങളുടെ സജഷൻസ് അത് നല്ല വൈറ്റലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് അതിലിടാം. പർട്ടിക്കുലർലി ഒരു ടോപ്പിക് അതിനെ പറ്റി മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ മെജോറിറ്റി അനുസരിച്ച് എല്ലാവരും പറയുന്ന എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അതിലുള്ള ടീച്ചേഴ്സിന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അത് ഡീൽ ചെയ്യാൻ പറ്റും നമുക്ക്. സോ ലെറ്റ് us move together to achieve something. As sir said, നമുക്ക് ഒരു 90+, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതല്ല. I request everyone to mute your mic while the speaker tonight is very hard to adjust with. Otherwise ഒരാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ മൈക്കുകൾ ഓൺ ചെയ്യുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. സോ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു മ്യൂട്ട് ദ മൈക്ക്. അപ്പോ നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി ടു ഡു or are you ready to join us even? So we are expecting a kind of interactive yeah, exactly, Achyut. Thank you. So that is what our expectation. It should be an interactive classroom. This is an online classroom and which we are so familiar with, right? നമുക്ക് ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് റൂം പറ്റി ഭയങ്കര ഫെമിലിയർ ആണ്. എല്ലാവർക്കും അറിയാം അതിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്നുള്ളതും ഒക്കെ. സോ അവിടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ടീച്ചറുമായിട്ടുള്ള ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അനീഫ് സർ, are you there to take up? No, it's okay. So thank you very much for your kind words. And Rahman sir നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ക്ലാസ് എടുക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കുന്നു. റഹ്മാൻ സർ, if sir is ready, we will give to him then. Yeah, good evening sir. Yeah, Rahman sir, welcome to the group, sir, and we are introducing you to our children, and it's your turn now. You can start, sir. Hi, good evening all of you. Good evening, sir. Audible? Yes, sir. Yes. See, already മാമും സാറൊക്കെ പറഞ്ഞ പോലെ നമ്മള് എല്ലാ വർഷം ചെയ്യുന്നൊരു ഒരു പ്ലാൻ ആണ്. അതായത് പ്ലാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ക്ലാസ് അല്ല, നിങ്ങൾക്ക് ഈസിലി ഹൗ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്ക് ഫോർ യുവർ അപ്കമിങ് എക്സാം. അതിന്റെ മുമ്പ് ഈ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ പറയാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു എക്സാം വന്നാൽ എങ്ങനെ എഴുതാം, എങ്ങനെ നമുക്ക്
പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ആഫ്റ്റർ കൊറോണ പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ ബേസിക് വളരെ മോശമാണ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ ഓൾസോ വെൻ വി ആർ ഡൂയിങ് ദ പ്രോബ്ലം വാട്ട് യു നോ, ഈ ബേസിക് ചെയ്യുമ്പോൾ തന്നെ കാൽക്കുലേഷൻ അറിയില്ല, അഡീഷൻ അറിയില്ല, സബ്ട്രാക്ഷൻ അറിയില്ല, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അറിയില്ല, ഐ മീൻ ഇൻ ക്വാഡ്രാറ്റിക് ആൻഡ് പോളിനോമിയൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ. ചെറിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ അറ്റ് എൻഡിൽ ഐ വിൽ ടെൽ യു, ബട്ട് ഇനീഷ്യലി യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഓക്കെ, കുറെ ബേസിക് കാര്യങ്ങൾ പറയും, അതൊക്കെ മനസ്സിലാക്കി വെക്കുക, അതുപോലെ പ്ലാൻ ചെയ്യാം. ആ പ്ലാനിങ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 10th സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാൻ പോകുന്ന റിസൾട്ടാണ്. ഇതൊരു പ്രസ്റ്റീജ് റിസൾട്ടും കൂടിയാണ്. നേരെ മറിച്ച് 12th അത്രക്കില്ല. കോളേജിലെത്തിയാൽ നിങ്ങൾ വെദർ യു പാസ് ഓർ ഫെയിൽ ആരും അറിയാൻ പോകുന്നില്ല. അത് നിങ്ങളെ പിന്നെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഹയർ സെക്ഷനിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 10th സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ബോർഡ് എക്സാം ആണ്. അപ്പൊ ഇത് പലർക്കും അതിൻ്റെതായ ഒരു എന്താ പറയാ, ഒരു പേപ്പറിലൊക്കെ നല്ല ഫസ്റ്റ് പേജിലൊക്കെ വരും. പക്ഷെ കോളേജിലൊക്കെ നിങ്ങൾ പാസ്സായാലും ഫെയിൽ ആയാലും അത് പേപ്പറിൽ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ ആയിരിക്കും വരിക. ഇത് അങ്ങനല്ല, ഇത് ഭയങ്കര, നിങ്ങൾക്കറിയാം പിന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയും ഗ്ലാമർ ആയിട്ടുള്ള റിസൾട്ടാണ് 10th. പിന്നെ മാത്തമെറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്തമെറ്റിക്സിൽ 90+ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ എന്താ പറഞ്ഞ, അങ്ങനല്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നുള്ളൂ. അത് എന്റെ അടുത്ത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് എക്സാമ്പിൾസ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി 9ാം ക്ലാസ്സിൽ ഒരു കുട്ടിനെ പഠിപ്പിച്ചിരുന്നു. ആ കുട്ടി ഇപ്പൊ 12th ഈ കുട്ടി അവർ 9ലായപ്പോ കൊറോണന്റെ ടൈമിൽ, കൊറോണ കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. കൊറോണന്റെ ടൈമിൽ ഓൺലൈൻ ക്ലാസ് ഇരുന്നാലൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ച. പലരും ഗെയിം കളിക്കുന്നു, ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായത്. ആരും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഈ പയ്യൻ അത്യാവശ്യം പഠിക്കുന്ന പയ്യനായിരുന്നു. കൊറോണ തുടങ്ങിയ കാരണം ഇവൻ എന്ത് ചെയ്തു, ജസ്റ്റ് പാസ് ആയിട്ടുള്ളൂ. 9th സ്റ്റാൻഡേർഡ് ജസ്റ്റ് പാസ്സായി. അങ്ങനെ ഫാദർ എന്റെ അടുത്ത് വന്നു, ഇവൻ എങ്ങനെ ആയിട്ടും ഈ കൊറോണയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തു വരുന്നില്ല. ഫിസിക്കൽ ക്ലാസ് തുടങ്ങിയിട്ട് പോലും ഇവന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചാല് ഇവനെ ഞാൻ കുറെ ട്രൈ ചെയ്തു. Any problem? Stay participants, okay. Any issues there? Anu sir, any issue? Okay, fine. അപ്പൊ ഇവനെ എങ്ങനെയായിട്ട് ഇത് റിക്കവർ ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾക്കറിയോ, ഇവന് 10th ഞാൻ കുറെ ട്രൈ ചെയ്തു. അവസാനം ഞാൻ ഏറ്റവും അവസാനം പിന്നെ ഏതൊരു എക്സാമിന്റെ ഏറ്റവും അവസാനം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പോകുന്നൊരു സംഭവം ചെയ്തു. ഇവന് ഫസ്റ്റ് പ്രീ ബോർഡിൽ ഔട്ട് ഓഫ് 80 22 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഫെയിൽഡ്. പാസ് മാർക്ക് നിങ്ങൾക്കറിയാം 26.5 ആണ്. അങ്ങനെ ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല്, നമ്മള് സെക്കൻഡ് പ്രീ ബോർഡിന്റെ മുമ്പ് ഞാനൊരു ക്ലാസ് എടുത്തു. ക്ലാസ് പറഞ്ഞാൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കി. അങ്ങനെ സെക്കൻഡ് പ്രീ ബോർഡിൽ ഈ പയ്യന്റെ മാർക്ക് ഔട്ട് ഓഫ് 80 48 ആണ്. നിങ്ങൾ അതിന്റെ ചേഞ്ചസ് മനസ്സിലാക്കണം. അത് ഞാനൊന്നും ചെയ്തിട്ടല്ല, ആ പയ്യൻ എന്ത് ചെയ്തു, അവന്റേതായ രീതിയിൽ ഞാനൊന്ന് ട്യൂൺ ചെയ്തു കൊടുത്തു. പക്ഷെ ബാക്കിയൊക്കെ ചെയ്തത് അവനാണ്. എന്നിട്ട് ഔട്ട് ഓഫ് 80 അവന് കിട്ടിയ മാർക്ക്, അവന് കിട്ടിയ മാർക്ക് ആദ്യത്തെ പ്രീ ബോർഡിന് കിട്ടിയ മാർക്ക് 22 ആയിരുന്നു. രണ്ടാമത്തെ പ്രീ ബോർഡിന് അവന് കിട്ടിയ മാർക്ക് 80 48 ആണ്. ഡിഫറൻസ് യു ജസ്റ്റ് സീ, 26 മാർക്കിന്റെ ഡിഫറൻസ് ആണ്. അത് കഴിഞ്ഞ ബോർഡ് എക്സാമിന് അവന് കിട്ടിയ മാർക്ക് ഔട്ട് ഓഫ് 80 65 ആണ്. ഇന്റേണൽ ഇൻക്ലൂഡിങ് 85%. എവിടുന്നാണ് 85% എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ജസ്റ്റ് 26-25% ആൾ എവിടെ എത്തിയത്, 85% എത്തിയത്. അതിനുശേഷം അവൻ 10th പാസ്സായി. അവൻ ഇപ്പൊ 11th എടുക്കുന്നു, 12th എടുക്കുന്നു, വളരെ കൂളായിട്ട് പോകുന്നു. ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ തന്നെയാണ്. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു 9th ഒരു പെൺകുട്ടി. 9th സ്റ്റാൻഡേർഡിൽ ഇവള് വന്നിട്ട് അധികം ക്ലാസ് ശ്രദ്ധിക്കൂല. ഇങ്ങനെ ക്ലാസ് വരുന്നു, കാര്യമായിട്ടൊന്നും ചെയ്യൂല. ഇവള് വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല്, ഈ കുട്ടി 9th എന്റെ അടുത്ത് വന്നു, എന്റെ അടുത്ത് നിർത്തിപ്പോയി. അങ്ങനെ വീണ്ടും 10th എന്റെ അടുത്ത് വന്നു. ഇവള് റിയലൈസ് ചെയ്തു എന്റെ അടുത്ത് ഒരുപാട്. ഈ കുട്ടി വളരെ വീക്കായ കുട്ടിയായിരുന്നു. ഈ കുട്ടി ഇന്ന് 12th കഴിഞ്ഞിട്ട് ഈ കുട്ടി ചെയ്യുന്നത് എന്താ അറിയോ, എടാ ബോർഡിൽ കളിക്കല് കേട്ടോ. ഈ കുട്ടി ഇന്ന് 10th കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇന്ന് എന്ത് ചെയ്യുന്ന അറിയോ, ഇന്ന് ദുബായില് പൈലറ്റ് ആവാൻ വേണ്ടി പഠിക്കുകയാണ്. അത്രയും വീക്കായിട്ടുള്ള കുട്ടിയാണ്. ഞാൻ എവിടെയും പറയും, അവളെ പേര് തന്നെ ഫൊറാം എന്നാണ് അവളെ പേര്. അവൾ ഇന്ന് ദുബായില് പിന്നെ പൈലറ്റിന് വേണ്ടി പഠിക്കുകയാണ്. എന്നോട് പറഞ്ഞു,
ഈ പല കുട്ടികൾക്കും 10th കഴിഞ്ഞ സയൻസ് സ്ട്രീം കിട്ടാൻ പ്രയാസമാണ്. ആ കുട്ടിക്ക് വർക്ക് ചെയ്തിട്ട് അത്രയും വീക്കായിരുന്നു. നിങ്ങൾ പിന്നെ എത്രത്തോളം വീക്കായിരുന്നു, ഈവൻ ബേസിക് കാൽക്കുലേഷൻ വരെ അത്രയും വീക്കായിരുന്നു. അപ്പൊ ഇത് കുറച്ച് റാൻഡം സം എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാല് ഒരാൾക്കും നിങ്ങളെ തടുക്കാൻ പറ്റില്ല നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിലോ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ 10th സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പാരന്റ്സിനും അവരൊക്കെ ദേ ആർ പ്രൗഡ് ഓഫ് യുവർ റിസൾട്ട്. നിങ്ങള് സപ്പോസ് നിങ്ങളിപ്പോ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളെ ഫാദർ മദർ എക്സ്പെഷ്യലി മദർ നല്ല സാരി കൊടുത്ത് ഫംഗ്ഷനൊക്കെ വളരെ കൂളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. കാരണം ആരെങ്കിലും ചോദിക്കട്ടെ, എന്റെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ അവര് എന്തിനാ എടാ ബോർഡിൽ കളിക്കലിട്ടോ, ബോർഡിൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാണ്, എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് those who are there don't play with the board, please erase it. So നിങ്ങളെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ, അപ്പൊ ഞാൻ പറഞ്ഞു വരും നിങ്ങളെ പാരന്റ്സും ദേ ആർ പ്രൗഡ് ഓഫ് യു. അപ്പൊ നിങ്ങളെ റിസൾട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ കമ്മ്യൂണിറ്റിയിലും നിങ്ങളുടെ പിന്നെ ഏരിയയിലൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നല്ല റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് അപ്രീഷിയേഷൻ കിട്ടും. അതൊന്നും പിന്നീട് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് എത്തി കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കാം. ഇനി when we are coming to the mathematics topic, those who put this tick mark and all, you please erase it. Otherwise it will be I can't erase from you. So please erase this line and tick, this green and ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഇനി ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് മൊത്തമുള്ളത് 14 ചാപ്റ്റർ ആണ്. എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ നോക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. മൊത്തം 14 ചാപ്റ്റർ ആണ് നിങ്ങൾക്കുള്ളത്. ആ 14 ചാപ്റ്ററിന് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണം, 14 ചാപ്റ്ററിന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോ. ഈസി ആൻഡ് നോട്ട് ഡിഫിക്കൽട്ട്, ഈസി ആൻഡ് എബവ് ആവറേജ് ചാപ്റ്റേഴ്സ്, നോട്ട് ഡിഫിക്കൽട്ട്. സോ യുവർ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. റിയൽ നമ്പേഴ്സ് ബോർഡിൽ ഉണ്ടാവുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്ക്, പക്ക 6 മാർക്ക് ഉണ്ടാവും. 6 മാർക്ക് ഉണ്ടാവും. അത് പക്ക 6 മാർക്കാണ്. അത് ഗ്യാരണ്ടീഡ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഈ 6 മാർക്ക്. ഇതിലൊന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇറാഷണൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആ ചോദിക്കുക. പ്രൂവ് ദാറ്റ് ഇറാഷണൽ. ഒരുവിധം എല്ലാ സ്കൂളുകളും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. പ്രൂവ് ദ √3 ഇറാഷണൽ. എക്സ്പെഷ്യലി CBSEക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, given that √3 is irrational, hence prove that, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, by 7 is irrational. അതാണ് സാധാരണ 3 മാർക്കിന് ചോദിക്കുക. കഴിഞ്ഞ വർഷം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പുതിയ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പുതിയ ക്വസ്റ്റ്യനും വരും. CBSE കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ 40% ആഡ് ചെയ്യുന്നത് കൊണ്ട് പുതിയ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം അവർ പുതിയ ക്വസ്റ്റ്യൻ എടുത്തത് പ്രൂവ് ദാറ്റ് √3 - √2 ഹോൾ സ്ക്വയർ ഇസ് ഇറാഷണൽ given that √6 is irrational. കഴിഞ്ഞ വർഷം CBSEക്ക് ശ്രദ്ധിക്കുക, 5 റീജിയൻ ഉണ്ട്. ഈ 5 റീജിയനിലും മൊത്തം ഒരു റീജിയനിൽ 3 സെറ്റ് പേപ്പർ ആണ് വരിക. അങ്ങനെ 5 റീജിയനിലും 5 × 3 15 സെറ്റ് പേപ്പേഴ്സ് ആണ് CBSE റിലീസ് ചെയ്യാറ്. അപ്പൊ ഈ പേപ്പർ ഡിഫറെന്റ് പേപ്പറിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു റീജിയനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രൂവ് ദാറ്റ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഞാൻ പറയാം. അപ്പൊ റിയൽ നമ്പേഴ്സിൽ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ ബാക്കി 2 മാർക്ക് 1 മാർക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത് ചിലപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക് അറിയാവോ, എവറി കോമ്പോസിറ്റ് നമ്പർ യുണീക്ലി ഫാക്ടറൈസ്ഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൈം, അത് ചോദിക്കാം. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ചോദിക്കാം. ഒരു എക്സാമിന് ഡയറക്റ്റ്, don't play with the board, I already told you. Direct question came, find 16, 28, 45, what is the LCM? By using prime factorization you have to find. This 6 മാർക്ക് ഈസി ചാപ്റ്ററിലാണ് ഞാൻ ഈ ചാപ്റ്റർ ആഡ് ചെയ്തത്.
അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഈസി ചാപ്റ്റർ എന്ന് വിളിക്കുന്നു. ഇത് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾജിബ്രയാണ് വരുന്നത്. ആൾജിബ്ര നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറയാം, ശ്രദ്ധിക്കാം. ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലേക്ക് ഇടും. ഓക്കെ, നോക്കാം. ഇന്നത്തെ ക്ലാസ്സിന് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. കാരണം വെറുതെ പോയിട്ട് ഒന്നായിട്ട് ഒരു പാർട്ടിക്ക് പോവാണെങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതല്ല ആദ്യം തന്നെ കാണുന്ന, ഞാൻ ഫോർ എക്സാമ്പിൾ ബ്രോസ്റ്റും മന്തി ഇതൊക്കെ കിട്ടൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ അപ്പുറത്തുള്ള നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പുറത്തുനിന്നുള്ള നിങ്ങൾക്ക് തിന്നാനും കഴിയില്ല. അപ്പൊ ഏതൊരു കാര്യത്തിലും പ്ലാനിങ് ആണ് ഇമ്പോർട്ടന്റ്. ഹൗ യു ആർ പ്ലാനിങ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ പ്ലാനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ല വെറുതെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വാരി വിളിച്ച് ചെയ്തല്ല. ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് വേണം. ആ പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അടുത്ത ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ പ്ലാനിങ് വളരെ പെർഫെക്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആണ്. 6 മാർക്ക് ഉണ്ടാവും. ഏതൊരാൾക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. ഒരേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പെർഫെക്റ്റ് ആക്കുക. അപ്പം അത് ശ്രദ്ധിക്കാം. ആദ്യത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പോളിനോമിയൽസ്. ഇത് ഞാൻ ഈസിയാന്ന് പറയുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ചാപ്റ്റർ പോളിനോമിയൽ ആണ്. പിന്നെ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആണ്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിലേക്ക് ഞാൻ വരാം. ഇത് ബോർഡ് എക്സാമിന്റെ വെയിറ്റേജ് 20 മാർക്കാണ്. ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനായിട്ടൊന്നും വെയിറ്റേജ് ഒന്നുമില്ല. നിങ്ങളെ സ്കൂള് കേസ് സ്റ്റഡി ഇതിൽ തന്നെ ചോദിക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞത് കേസ് സ്റ്റഡിക്ക് എവിടെ നിന്നും ചോദിക്കാം. കേസ് സ്റ്റഡിക്കൊന്നും CBSE സാമ്പിൾ പേപ്പർ തന്നു കഴിഞ്ഞാൽ പോലും കേസ് സ്റ്റഡി അവിടെ നിന്നാണല്ലോ ചോദിച്ചത്, അങ്ങനെ ഒന്നുമില്ല. കേസ് സ്റ്റഡി എവിടെ നിന്നായിരുന്നു? കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം കേരള റീജിയൻ പേപ്പറിൽ കേസ് സ്റ്റഡി ചോദിച്ചത് എവിടെ നിന്നറിയോ? കേസ് സ്റ്റഡി ചോദിച്ചത് അവര് പ്രോബബിലിറ്റി എവിടെ നിന്ന് അറിയാം? പ്രൈം കളേഴ്സ് ഇല്ലേ, പ്രൈം കളേഴ്സ് ഉണ്ടല്ലോ, ഈ പ്രൈം കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി ആയിരുന്നു ചോദിച്ചത്. അത് കേരള സിലബസിൽ പല കുട്ടികൾക്കും, കേരള റീജിയൻ, CBSEന്റെ കേരള റീജിയനിൽ പല കുട്ടികളും പ്രോബ്ലം ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ. അത് മാത്രമേ ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കേസ് സ്റ്റഡി പ്രോബബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുന്നുണ്ട്, സർഫസ് ഏരിയ വോളിയം നമ്മുടെ ഒരു കപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു കപ്പ്, ഇങ്ങനെ കപ്പൊക്കെ ഒരു പിടിയൊക്കെ വെച്ചിട്ട് ഇത് കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എവിടുന്നും കേസ് സ്റ്റഡി ചോദിക്കാം. റിയൽ നമ്പേഴ്സിന് കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. ആപ്പിളും ഒരു പെൺകുട്ടിക്ക് എന്ത് വേണം? ഷീ വാണ്ട് ടു ഡെക്കറേറ്റ് ബർത്ത്ഡേ പാർട്ടി ബൈ യൂസിങ് ഫുഡ് ആൻഡ് വെജിറ്റബിൾ ആൻഡ് ഓൾ. കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 20 മാർക്കാണ്. ഈച്ച് ചാപ്റ്റർ വെയിറ്റേജ് ഇല്ല. അത് നമ്മൾ പറയാൻ പറ്റില്ല, കാരണം അത് ഡിപ്പെൻസ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ചാപ്റ്റർ ആണ് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ടുഗദർ വെയിറ്റേജ് വരുന്നത് 11 മാർക്കാണ്. 11 അല്ല, 15 ആണ് തോന്നുന്നു, സോറി. 15 മാർക്കാണ് ട്രയാങ്കിൾസ്. ഇത് രണ്ടും കൂടെ വരുന്നത് 15 മാർക്കാണ്. വെയിറ്റേജ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, സോറി. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് ആണ് 15 മാർക്കാണ് ട്രയാങ്കിൾസും സർക്കിൾസും. അപ്പൊ നിങ്ങൾ പറയും ഇതിൽ BPT എന്താണെന്ന് ചോദിക്കുന്നത്. BPTന്റെ ഒരു കാര്യം മനസ്സിലാക്കിയോണ്ടേ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ട്രയാങ്കിൾസ് വരാറുണ്ട്. BPTന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പഠിച്ചോണ്ടേ. ഞാൻ എന്തിനാ അങ്ങനെ പറയണമെന്ന് വെച്ചാല്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റിന്റെ തിയറം, എല്ലാ നെയ്മഡ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോണ്ട് ക്വസ്റ്റ്യൻ വരും, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാഞ്ഞാൽ 1 മാർക്ക് പോകും. അപ്പൊ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ സബ് ക്വസ്റ്റ്യനും ചിലപ്പോൾ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നോക്കണം, സർക്കിൾസ് നോക്കണം. 15 ചാപ്റ്റർ ആണ് ഇതിന്റെ വെയിറ്റേജ്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രി ആണ്. ഈ കോർഡിനേറ്റ് ജോമെട്രിയുടെ വെയിറ്റേജ് 6 മാർക്കാണ്. അതിന് കേസ് സ്റ്റഡി വരാം, 3 മാർക്കും 2 മാർക്കും 1 മാർക്കും വരാം. അപ്പം ശ്രദ്ധിക്കുക, അതാണ് അടുത്തത്. പിന്നെ ട്രിഗണോമെട്രി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ബോർഡിന്റെ വെയിറ്റേജ് 12 ആണ്. ബോർഡിന്റെ വെയിറ്റേജ് 12 ആണ് ഇതിന്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിൽ ഏതാ കൂടുതൽ വെയിറ്റേജ്? പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അറിയോ, ഒരു വർഷം 7 മാർക്ക് 7 മാർക്ക് ഇത് ആസ്ക്ഡ് ഫ്രം അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി. ഒരു കേസ് സ്റ്റഡിയും ഒരു 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി അവർ ചോദിച്ചത് എന്താ? ആകെ 5 മാർക്കിന് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ പറയും ട്രിഗണോമെട്രി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച്. ട്രിഗണോമെട്രി നമുക്ക് സം ടെക്നിക് ഉണ്ട്. ട്രിഗണോമെട്രി ഞാൻ ഡിവൈഡ് ചെയ്യും. പിന്നെ എല്ലാ ചാപ്റ്ററും ഞാൻ ഡിവൈഡ് ചെയ്യും. ചാപ്റ്റർ ഓർഡറിലല്ല നമ്മൾ റിവിഷൻ വരിക. നമ്മൾ റിവിഷൻ വരിക ലെവൽ ഓർഡറിലാണ്. ഇപ്പൊ ട്രിഗണോമെട്രിനെ ഞാൻ 5 ആക്കി ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തത് ടു അണ്ടർസ്റ്റാൻഡ് ട്രിഗണോമെട്രി ഇസ് വാട്ട്, ഹൗ വി ക്യാൻ റിമെമ്പർ വിത്തൗട്ട് ബൈ ഹാർട്ടിങ് നമുക്ക് എങ്ങനെ ട്രിഗണോമെട്രിന്റെ റിസൾട്ട് പഠിക്കാം. അതിന് നമുക്കൊരു ഡയഗ്രം ഉണ്ട്. ഫിംഗർ ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയും, ട്രിഗണോമെട്രി വാല്യൂ പഠിക്കാം. 0, 30, 45, 60, 90 ദാറ്റ്. ആൻഡ് ബൈ യൂസിങ് സൂപ്പർ എക്സ് ഉണ്ട്.
ഒരു സൂപ്പർ ഹെക്സഗൺ ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം വരച്ചിട്ട് നമുക്ക് റിസൾട്ട് കംപ്ലീറ്റ് പഠിക്കാം. അപ്പം ട്രിഗണോമെട്രിയെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യാൻ വേണ്ട. ട്രിഗണോമെട്രി 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് വൺ വാട്ട് വി ആർ ഡിസ്കസ് ബേസിക്. വാട്ട് ഇസ് ട്രിഗണോമെട്രി? വാട്ട് ഇസ് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ആൻഡ് സെക്കൻഡ് വൺ ടേബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഫിംഗർ വെച്ചിട്ട് 0, 30, 45 ടേബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ നമ്മൾ ഐഡന്റിറ്റി റിലേറ്റഡ് നമ്മൾ 3 മൊഡ്യൂൾസ് ഉണ്ട്. ഇതൊക്കെ മൊഡ്യൂളായിട്ട് ഇങ്ങനെ ഡിവൈഡ്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ട്രിഗണോമെട്രി ഒക്കെ ഒന്ന് മനസ്സിലായാൽ മതി. അത് കഴിഞ്ഞാൽ ലെവൽ 2, ലെവൽ 3, പിന്നെ ആപ്ലിക്കേഷൻ ട്രിഗണോമെട്രി, കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്കിപ്പോ എത്ര ചാപ്റ്റർ ആയി? 5, 2, 7, 3, 10 ചാപ്റ്റർ ആയി. ഇനി നമുക്ക് 4 ചാപ്റ്ററും കൂടി ഉണ്ട്. ഈ 4 ചാപ്റ്ററിൽ അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ടുഗദർ ഇസ് 11 മാർക്ക് ഫോർ ദി ബോർഡ് എക്സാം. 11 മാർക്ക് ടോട്ടൽ 80 വരണം കേട്ടോ. ഒന്ന് നോക്കാം ലാസ്റ്റ്. 11 മാർക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ മൊത്തം 26ഉം 32, 44, 59ഉം 70 അല്ലേ? സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി 70. ഇവിടെ ഒരു ചെറിയ മാർക്കിന്റെ വിഷയമാണ്, നോക്കാം നമുക്ക്. പിന്നെ സർഫസ് ഏരിയ വോളിയം ആൻഡ് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ. ഇതിന് മൊത്തം ഒരു 10 മാർക്കിന്റെ 10ഓ 11ഓ മാർക്ക്. എവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഓർഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 5, 5, 10. ഇവിടെ 12. then this one 14 chapters we have. അപ്പൊ സർ ഞാൻ കുറെ വീക്കാണ് മാത്സിന്. എനിക്ക് കാര്യം, നിങ്ങൾ ആരും വീക്കല്ല. യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ സബ്ജക്ട്, നിങ്ങളുടെ പിന്നെ വർക്കിംഗ് ടുവേർഡ്സ് എ സബ്ജക്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റിസൾട്ട് വിൽ ബി ദർ. അതിന് ഒരുപാട് പ്രൂഫുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ വാട്സപ്പിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം, അതൊക്കെ ചോദിക്കാം. ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഏകദേശം ലെറ്റ് മി സീ വെദർ വി ക്യാൻ ഡു ഓർ നോട്ട് 30ഓളം മൊഡ്യൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ 30ഓളം മൊഡ്യൂൾ പറഞ്ഞാൽ 14 ചാപ്റ്ററിൽ 30 മൊഡ്യൂൾ പറഞ്ഞാൽ ഒന്നും അല്ല ശരിക്ക്. അത് ഓരോ ക്ലാസ്സിൽ ഓരോ മൊഡ്യൂളൊക്കെ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തത്. ഇനി സർ ഞാൻ ഭയങ്കര വീക്കാണ് മാത്സിന്, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം പാസ്സാവാം. സ്കൂളിൽ പ്രീ ബോർഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വളരെ വീക്കാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പ്ലാന്, പിന്നെ ഞാൻ ഭയങ്കര വീക്കാണ് മാത്സിന്, ഞാനിത് എടുത്തു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇതാണ്. അപ്പൊ നിങ്ങളെ കോൺഫിഡന്റ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ബുക്കിനെ ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തൊരു ഇത് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കേണ്ട ഒന്ന് റിയൽ നമ്പേഴ്സ് പഠിക്കാം. 6 മാർക്ക് ഷുവർ ആയിട്ടുണ്ടാവും. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് പോളിനോമിയൽസ് ആണ്. എത്ര മാർക്ക് ഉണ്ടാവുക ഞാൻ പറയാം, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. കാരണം ഞാൻ പറഞ്ഞു പോളിനോമിയലും പിന്നെ ലീനിയർ ഇക്വേഷനും ക്വാഡ്രാറ്റിക്കും AP ടുഗദർ മേക്ക് വാട്ട് 20 മാർക്കാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ ഒക്കെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് പേടിയുള്ള സാധനം തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി ആണ്. ഒരു പേടി പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷനും മൊത്തം 12 മാർക്ക് ബോർഡിനുണ്ടാവും. പിന്നെ സർക്കിൾസ് എത്രയെന്ന് ഞാൻ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ഇതിന് 11 മാർക്ക്. ഈ പോളിനോമിയലിന് മിനിമം മാർക്ക് ഉണ്ടാവുക 3 ആണ്. മാക്സിമം കഴിഞ്ഞ വർഷം 6ഉം 7 ചോദിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് റീജിയനിൽ ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു റീജിയനിൽ 7 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? ഒരു റീജിയനിൽ, ഐ തിങ്ക് ഗൾഫ് റീജിയനിൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിച്ചത് 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനാണ്. എന്തായിരുന്നു അസേഷൻ റീസൺ ചോദിച്ചത്? പലർക്കും അറിയില്ല. കാരണം നമ്മളിത് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്, അതാണ് വിഷയം. അസേഷൻ റീസണിൽ ചോദിച്ച ക്വസ്റ്റ്യന് ഡിഗ്രി ഓഫ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ. Degree of a constant polynomial is not defined. Degree of constant polynomial is 0 and degree of 0 polynomial is not defined. Degree of 0 polynomial is not defined. Degree of constant polynomial is what is 0. Assertion reason 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 1 മാർക്കിന് ചോദിച്ചിരുന്നു. പലരും വരുത്തിയ മിസ്റ്റേക്ക് അതിലാണ്. അവിടെ 100 കിട്ടേണ്ടവർക്ക് പലർക്കും 99 ആയി പോയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ അറിയണം. നമ്മളിപ്പം എന്താ വിഷയം വെച്ചാൽ നമ്മൾ ഈ 9ഉം 10ഉം പിന്നെ 8ഉം ഒക്കെ പഠിക്കുന്നത് 10ാം ക്ലാസ്സിൽ നിന്നിട്ടാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ട്. അപ്പൊ പറയാം, പോളിനോമിയൽ 3 മാർക്ക് ഉണ്ടാവും. സർക്കിൾസ് നിങ്ങൾ ഉറപ്പിച്ച ഒരു 7 മാർക്ക് എന്തായാലും ഉണ്ടാവും. ഇതിന് 11 മാർക്ക്. സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയിൽ 11 മാർക്ക് മിസ് ചെയ്യരുത് മക്കളെ. മിസ്സിംഗ് ഫ്രീക്വൻസി കാണാം. അതിന് പിന്നെ മീൻ മീഡിയന്റെ പലരും അവിടെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ അറിയോ? പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് വാട്ട് ഐ നോട്ടീസ്ഡ്,
ഫോർമുല ചേഞ്ച് ആയിപ്പോണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയന്റെ ഫോർമുലയും മീനിന്റെ ഫോർമുലയും ഒരു ചാർട്ട് പേപ്പറിലോ എഴുതിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് വെക്കുക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കുട്ടികളോട്, ഇത് സ്റ്റിക്ക് ഇൻ ദ ടോയ്ലറ്റ് ഓൾസോ. കാരണം ടോയ്ലറ്റിൽ ചില ആൾക്കാർ മൊബൈലൊക്കെ എടുത്ത് പോകാറുണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഫോർമുല ഷീറ്റ് എടുത്ത് അവിടെ എഴുതി ഒട്ടിച്ചത് ഏതായാലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് അത് ഓർക്കും. ഏതെങ്കിലും ഫോർമുല പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് നിങ്ങൾ ഇത്രയും ചാപ്റ്റർ പഠിക്കാൻ നിങ്ങളെ മാർക്ക് നോക്കി നോക്കിയാണ് 9, 6, 15, 15, 12, 27, 34, 45 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഔട്ട് ഓഫ് 18 സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കുക. ഞാനും ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്ന ഇത്രയും ചാപ്റ്റേഴ്സിന്. ഈ 45 മാർക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രീ ബോർഡിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും നിങ്ങൾ പക്ഷെ പഠിക്കുന്നത് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. MCQ ഒക്കെ ഞാൻ തരും. MCQ എൻ്റെ ഒരു അപ്ലിക്കേഷൻസ് ഉണ്ട്. ഏകദേശം 200 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ആഡ് മോർ ദാൻ ദാറ്റ് വൺ. ഇറ്റ് മോസ്റ്റ് പ്രോബബ്ലി 500. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ അത് പ്രാക്ടീസ് എന്നോട് പറഞ്ഞു, സർ MCQ ഐ ഡോണ്ട് ഫേസ് എനി ഇഷ്യൂ. ഞാൻ എന്റെ MCQ ടെസ്റ്റ് പോർട്ടലിൽ 200 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ഓപ്പണിംഗിലും നിങ്ങളെ മുന്നിലേക്ക് 20 ക്വസ്റ്റ്യനെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇന്റർനെറ്റ് നോക്കി, ഇതിനൊരു പ്രശ്നമുണ്ട്, എന്റെ ഈ അപ്ലിക്കേഷൻ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇൻ കേസ് മിനിമൈസ് ചെയ്യേ. ഇനി മൊബൈലിൽ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്താൽ മൂപ്പർ പറയും നിങ്ങളോട്, നിങ്ങൾ സം അതർ വിൻഡോ ഓപ്പൺഡ്, സോ ഐ എം ഗോയിങ് ടു ബ്ലോക്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിവൈസിലും ഇന്റർനെറ്റ് കോപ്പി ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇന്റർനെറ്റ് കോപ്പി ചെയ്യുമ്പോൾ വേറെ ഡിവൈസ് ഉണ്ടെങ്കിൽ പറ്റും. അതിപ്പോ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അത്രേ പറയാറുള്ളൂ. അപ്പൊ ഈ 200 ക്വസ്റ്റ്യനിൽ ഓരോ ഓപ്പണിംഗിലും നിങ്ങളെ മുന്നിലേക്ക് 20 ക്വസ്റ്റ്യൻ എത്തും. അതിന് ടൈം ലിമിറ്റ് 30 മിനിറ്റ് ആ ടൈം ലിമിറ്റ് വരാം. അപ്പൊ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മാർക്ക് യുവർ സ്കോർ ഇൻ ഡസന്റ് മാറ്റർ, അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആൻസറും റോങ് ആൻസറും നിങ്ങളെ മുന്നിലേക്ക് PDF ഫയലായിട്ട് തരും. ഐഡന്റിഫൈ ചെയ്യാം വാട്ട് ഇസ് എ മിസ്റ്റേക്ക്, ഞാൻ എന്താ ഇവിടെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ ആൻസർ കിട്ടിയത്. എന്നിട്ട് നിങ്ങൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യാം. വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് അടുത്ത 20 ക്വസ്റ്റ്യൻ. ആ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇവിടെ വരുത്തിയ മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യനും വരും. അപ്പൊ നിങ്ങൾക്ക് ദാറ്റ് ടൈം ഐ ഹാവ് ഡൺ ദാറ്റ് വൺ, സോ ദിസ് ടൈം ദിസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഈ 200 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഒരു 30 പ്രാവശ്യം ചെയ്യാം. 30 പ്രാവശ്യം ക്വസ്റ്റ്യൻ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് വരും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങൾ മാറി മറിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ MCQ കാണുമ്പോൾ കണ്ണു നിങ്ങൾക്ക് ഒറ്റ ഹിറ്റ് ചെയ്യാം, ആൻസർ കിട്ടും. 30 മിനിറ്റ് നിങ്ങൾക്ക് സേവ് ആയി കിട്ടും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ MCQ. അപ്പൊ എന്നോട് കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം കുട്ടികൾ പറഞ്ഞു, even 12th and as well as 10th, so we got a lot of time because of MCQ. We saved 30 minutes very quickly. We finished it because majority question came, because this all questions I didn't bring from my home. This previously asked questions, sample paper, CBSE released paper. From there, everything I just collected and I put in the applications. That's what happened. So to save your time, because many people are facing the issue after MCQ completion, we didn't get the time for descriptive like that. That all time management issues and everything will come down. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആണ് 45 മാർക്ക് ഫസ്റ്റ് പ്രീ ബോർഡ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓക്കെ 45 മാർക്ക്, 45 എല്ലാം നിങ്ങൾക്ക് കിട്ടുക, മറ്റുള്ള ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ അറിയണം, ഒന്നിലേക്ക് കറക്റ്റ് കുത്താനെങ്കിലും അറിയണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് എന്ത് ചെയ്യും, 60% എന്തായാലും ഉണ്ടാവും, 48ന്റെ മേലുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഇതില്ല. ഇനി ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രീ ബോർഡിന് എന്ത് ചെയ്യണം? സെക്കൻഡ് പ്രീ ബോർഡിന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം പഠിക്കണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ എങ്കിലും പഠിക്കാത്തവരോട് ഇപ്പം നമ്മളിപ്പോ ഒരുപാട് ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ വീക്ക് ആയിട്ടുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യാം. ഇത്രയും ചാപ്റ്റർ ഫോക്കസ് ചെയ്താൽ ഞാൻ ഗ്യാരണ്ടീഡാണ് 45 മാർക്ക് കിട്ടും. പഠിക്കണം കേട്ടോ, പഠിക്കാഞ്ഞാൽ പറ്റില്ല. 45 മാർക്ക്. ഇതാണ് നമ്മൾ ഇനീഷ്യൽ ട്രെയിനിങ് ഓൾസോ. അപ്പൊ ഇതിന് നമുക്ക് അത്യാവശ്യം ക്ലാസ് വേണ്ടി വരും. 2, 4, 6, 8 ക്ലാസ്സുകൾ മിനിമം വേണ്ടി വരും. അപ്പൊ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഇതിന് മൊഡ്യൂൾ തരും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ് ആണ്. അപ്പം അത് ഞാൻ തരും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പഠിക്കണം? അപ്പോഴാണ് അടുത്ത ഇതിലേക്ക് പോകുന്നത്. ട്രയാങ്കിൾസ് ടെക്സ്റ്റ് ബുക്ക് പെർഫെക്റ്റ് ആക്കുക. നമ്മൾ സർക്കിൾസിന് 7 മാർക്ക് കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾസിന് 7 മാർക്ക്, 14 മാർക്കാണ് തോന്നുന്നു ടോട്ടൽ. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ട്രയാങ്കിൾസിനും 7 മാർക്ക് ഉണ്ടാവും. ട്രയാങ്കിൾസ് തിയറം പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് തറവാക്കുക. എന്തായാലും ഇത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മാർക്ക് കിട്ടും. പിന്നെ സർഫസ് ഏരിയ വോളിയം ആൻഡ് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ 11 മാർക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളെ വിഷയം AP, ക്വാഡ്രാറ്റിക് ആൻഡ് ലീനിയർ, ഈ 3 ചാപ്റ്റർ ഉണ്ടാവും. ഈ 3 ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിന് ഞാനൊരു സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ തരാം. ഈ 2 ചാപ്റ്ററിന് APക്കും ക്വാഡ്രാറ്റിക്കും ഇതിന് കേസ് സ്റ്റഡി വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഒരു കേസ് സ്റ്റഡിയും ഒരു 5 മാർക്കും പ്രതീക്ഷിച്ചു. ഒരു കേസ് സ്റ്റഡി ആൻഡ് 1 5 മാർക്ക്. ഈ 3 ചാപ്റ്ററിന് ഒരു കേസ് സ്റ്റഡി 2 5 മാർക്കും വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
ഹൗ ടു പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് PDF ഫയലൊക്കെ ഞാൻ തരാം. എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇനി ഒരുപാട് കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോണ്ടല്ലോ ഒരു വെറുതെ ഇങ്ങനെ വന്നിട്ട് പിന്നെ പ്രോബ്ലം ഒരു ടോപ്പിക്ക് നിങ്ങൾ പ്രാക്ടീസ് വെറുതെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യില്ല. ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാൻ ചെയ്യാനേ ഉള്ളൂ. ട്രിഗണോമെട്രി റിസൾട്ട് ഉണ്ട്. അപ്പൊ റിസൾട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങും. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഈസി ആയിരിക്കും. ഇതിലിപ്പോ ബുദ്ധിമുട്ട് തോന്നിയ ഈ 2 ചാപ്റ്റർ ആണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റിസ്ക് എടുത്താലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. നിങ്ങൾക്കറിയോ നമ്മളൊക്കെ റിസ്ക് എടുത്താല് നമ്മൾ വിചാരിച്ചോടത്ത് എത്തും. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണ്ട. ഞാൻ ഈ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ശ്രദ്ധിക്കാം. ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യാം ഒരു ഇന്ത്യൻ ആണ്, നിങ്ങൾ നോക്കണം. ഞാൻ ഇതിൽ ഒരാളെ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നടക്കാത്ത കാര്യം, ഈ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഒരാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇയാളെ പേര് ജഗദീപ് സിംഗ് ആണ്. ജഗദീപ് സിംഗ് എന്നാണ് ഇയാളെ പേര്. ഇയാള് US ബേസ് ക്വാണ്ടംസ്കേപ്പ് ഫൗണ്ടഡ് ആൻഡ് അയാളെ സാലറി എത്ര അറിയോ? ഇതാണ് ഡോളർ. ഇത് എത്ര റുപ്പീസ് ആണ് നിങ്ങൾക്ക് അറിയോ? ഇനി ഇന്ത്യൻ റുപ്പീസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊന്നും പിന്നെ ആളെ സാലറി നിങ്ങൾ നോക്കണ്ടേ. ജഗദീപ് സിംഗ് ആളെ സാലറി ഡയറക്റ്റ് വന്നിരുന്നു. ഞാൻ ഒരു മിനിറ്റ്, റുപ്പീസ് 17,500 ആളെ സാലറിയാണ് കാണുന്നത്. റുപ്പീസ് 17,486 ക്രോറാണ്. റുപ്പീസ് ക്രോറാണ്, 1000 അല്ല. ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരാണ്. ഇവരൊക്കെ എന്തൊരു സിസ്റ്റമാറ്റിക്, ഇവരൊക്കെ ഒരു ലൈഫ് ഹിസ്റ്ററി നിങ്ങൾ നോക്കണം. ഇവർ പലതും കണ്ടെത്തിയിട്ടുണ്ടാവും. റീസെന്റ് അപ്രൂവ്ഡ് ആൻഡ് അപ്രോക്സിമേറ്റ് $2.3 ബില്യൺ, അപ്രോക്സിമേറ്റ്ലി റുപ്പീസ് 17,486 ക്രോറാണ് പേ പാക്കേജ് ഫോർ എ CEO ജഗദീപ് സിംഗ്. നമ്മൾ വൈ വി കാൺസ്, നമ്മൾ വിചാരിക്കുന്നത് നമുക്കും നടക്കും. റീസെന്റ് മുംബൈ IIT നിന്ന് ഒരു കുട്ടിക്ക് 3 ക്രോറിന്, ഒരു മലയാളി പയ്യൻ 3 ക്രോറിനാണ് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി എടുത്തത്. പിന്നെ ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, ഞാൻ പലപ്പോഴും പല കുട്ടികളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വെറുതെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താവണം, അത് പലരുടെയും ചോദ്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ എടുക്കേണ്ടത്? എടാ, നിങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ വേണം. ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും ഡോക്ടർ പ്രൊഫഷൻ മാത്രമേ ഈ ലോകത്ത് വലിയ പ്രൊഫഷൻ അല്ല. ഡോക്ടർ പ്രൊഫഷൻ ഈ ലോകത്ത് 14ാമത്തെ റാങ്കേ ഉള്ളൂ. ഡോക്ടർ പ്രൊഫഷൻ എന്താ വെച്ചാൽ ഗ്ലാമർ പോസ്റ്റ് ആണ്. പക്ഷെ ഇതിൽ അതിനേക്കാളും CEO ഓഫ് ദി കമ്പനിയാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. CEO ഓഫ് ദി കമ്പനിയാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ വിചാരിക്കും നടക്കാത്ത കാര്യത്തിലെല്ലാം നടക്കുന്നതാണ്. നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഇസ് നോട്ട് അറ്റ് ഓൾ എ ക്രൈറ്റീരിയ. നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്റെ ഫാദറിന് അതിന് മാത്രം ക്യാഷും ചെലവാക്കണം, അങ്ങനെയല്ല. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ദ എൻറ്റയർ വേൾഡ് വിൽ ബി ദ ബിഹൈൻഡ് യു. അതിനുള്ള അടുത്ത എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവരും ഏകദേശം മലയാളികളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മലയാളികളാണ് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരാളെ പേരടിക്കുന്നുണ്ട്. അയാളെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി മീറ്റ് ചെയ്യാം. കോഴിക്കോടുള്ളവരൊക്കെ ആണെങ്കിൽ പോയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരാളെ പേര് ഇവിടെ അടിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടു. ഒരു മിനിറ്റ്. ഒരു ലേഡി, പെൺകുട്ടികൾക്കുള്ളൊരു റോൾ മോഡലാണ്. ശരിക്കും ആലോചിച്ചോളൂ, വാട്ട് ഈസ് യുവർ ലിമിറ്റേഷൻ? ഞാനൊരു ലേഡിന്റെ ഫോട്ടോ ഇതിൽ കാണാം. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഇവളെന്ന് വിളിക്കാൻ പാടില്ല, സോറി. ഷീസ് ഫ്രം വയനാടാണ്. IAS ഓഫീസറാണ്. വയനാട് എന്ന് പറയുമ്പോൾ നമ്മളെ പോലത്തെ ഒരു നോർമൽ ഗേൾ അല്ല. ഷീസ് കമ്മിങ് ഫ്രം ദി ട്രൈബ്. ട്രൈബ് എന്ന് പറഞ്ഞാൽ ആദിവാസീസ്, ദോസ് ഹു ആർ ലിവിംഗ് ഇൻ ദ ഫോറസ്റ്റ്. വയനാട്ടിലെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ്. അവളെ വീട് നിങ്ങൾ കണ്ടാൽ വേർ യു പീപ്പിൾ ആർ. ഷീ ഈസ് റൂളിംഗ് വൺ ഓഫ് ദ ഡിസ്ട്രിക്ട് ഇൻ കേരള. ഷീ ഈസ് ദ നൗ അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കാലിക്കറ്റ്. കളക്ടർ പൊസിഷൻ നിങ്ങൾക്കറിയാം. ഓരോ മഴയൊക്കെ പെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കും കളക്ടറെ അവധി തരൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പെട്ട ഒരാളാണിത്. IAS ഓഫീസറാണ്. കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ആണ് തോന്നുന്നു. ഇപ്പോ ഇതിനു മുമ്പ് അതായിരുന്നു. ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, പറ്റുമെങ്കിൽ കാണണം.
MJ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ മുജീബ് സാർ ഒരു പിന്നെ വീഡിയോ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ, മിക്കവാറും ദിവസങ്ങൾ പട്ടിണിയാണ്. ആ പട്ടിണിയിൽ നിന്നാണ് ഷീ ബിക്കം ഇൻ ദിസ് പൊസിഷൻ. അവളെ വീട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ വീടിന്റെ പൊസിഷൻ, കാരണം അവളെ പാരന്റ്സ്, അവളെ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേറെ യു പീപ്പിൾ ആണ് നിങ്ങൾക്ക് തിങ്ക് ചെയ്യുമ്പോൾ അവളെ പാരന്റ്സ് ആണിത്. ഞാൻ കാണിച്ചു തരാം അവളെ വീട്, ഇതിലുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അറിയണം. കുറെ ക്ലാസ് എടുത്ത് പോയിട്ടല്ല കാര്യം. നിങ്ങൾക്ക് ഒരു എയിം വേണം ആദ്യം. വെറുതെ എന്തെങ്കിലും പോയി ചെയ്യല്ല. ഒരു യു ഷുഡ് ഹാവ് എൻ എയിം. അവളെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ വീട് ഇതിലുണ്ടോ നോക്കട്ടെ. ശരിക്ക് നമ്മളൊക്കെ സ്വർഗത്തിലാണ് തോന്നിപ്പോവും. വലിയ വലിയ മണിമാളികയൊന്നുമല്ല അവളെ വീട്. ഇതതിന്റെ ഒരു ഏകദേശം പിക്ചറാണ്. അവളെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ആ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല, ഡോർമിൽ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തതാണ്. നോക്കൂ നിങ്ങൾ. Then what is our limitation? We have to think about. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനീഷ്യലി പറയാൻ കാരണം, നിങ്ങൾ വെറുതെ പഠിക്കല. യു ഷുഡ് ഹാവ് എൻ എയിം. എന്റെ പാരന്റ്സ് പറയുന്നത് ആ കോളേജിൽ പോകണം എന്നാണ്, എന്റെ ഫ്രണ്ട് പറഞ്ഞത് ഈ കോളേജിൽ പോകണം. നോട്ട് ലൈക്ക്. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ എയിം. ബെഞ്ച്മാർക്ക് ഇസ് ദി ഫോർ ദാറ്റ് പർപ്പസ്. എനിക്കറിയാം അവിടെയുള്ള കുട്ടികളും ഇവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ അവിടെ പോകുന്നതാണ്. ഞാൻ പിന്നെ നാട്ടിൽ വെക്കേഷനിലൊക്കെ വരുമ്പോൾ അവിടെ പോകുന്നതാണ്. ബെഞ്ച്മാർക്ക് നല്ല അടിപൊളി റിസൾട്ടുകളുണ്ട്. അവരെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന്റെ ഹിസ്റ്ററി അടിപൊളി റിസൾട്ട് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എയിമിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു എയിം വേണം. ആ എയിം വെച്ച് നിങ്ങൾ നിങ്ങളെ പാരന്റ്സിനോട് പറയണം. പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയ ആൾക്കാരെ നിങ്ങൾ പിന്നെ കണ്ടെത്തിയിട്ട് കരിയർ ഗൈഡൻസിനോ എന്തിലൊക്കെ പോവാ. നിങ്ങൾ പോയിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവാ. അപ്പൊ നമ്മൾ പിന്നെ ടൈം ഓൾമോസ്റ്റ് കഴിയാൻ പോകുന്ന സെഷന്റെ, പക്ഷെ വിഷയമാക്കണ്ട. പക്ഷെ ഇനീഷ്യലി വാട്ട് വി ആർ ഡിസ്കസിങ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ എയിം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഇത് പറയുന്ന കൂട്ടത്തില് പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്ട്രീം എടുക്കുമ്പോൾ എന്റെ സജഷൻ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗ്രൂപ്പ് ഏതാ അറിയോ? ബയോമാത്ത് ആണ്. പറ്റുമെങ്കിൽ ബയോമാത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഏത് കോഴ്സിനും പോകാം. ഏത് കോഴ്സിനും ബയോമാത്ത്, അതായത് ഫിസിക്സ്, മേ ബി സ്ട്രീം സെലക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു AI കൂടി ഉണ്ടായ ഉഷാറായി. ഒരു സബ്സിഡിയറി സബ്ജക്റ്റും കൂടി ഉണ്ടാവുമല്ലോ, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിപ്പോ നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനൊക്കെ മാത്സ് വേണം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്യാമറ നോക്കൂ. ഈ ക്യാമറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ എവിടെ പോയാലും ഈ ക്യാമറ എന്റെ കൂടെ വരും. ഞാൻ ഒന്ന് കാണാനും ഈ ക്യാമറ വരും. ഇതൊക്കെ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഒക്കെ ഉണ്ടാക്കുന്ന ആരാ? ഈ പഴയ ആൾക്കാരല്ല. നിങ്ങളെപ്പോലെ നിങ്ങളെക്കാളും ഒരു 3-4 വർഷം മുമ്പ് കോഴ്സ് കഴിഞ്ഞവരാണ് ഉണ്ടാക്കുന്നത്. ഈ ക്യാമറ ഞാൻ എങ്ങോട്ട് പോയാലും ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ മൂപ്പർ അവിടെ നിൽക്കും. മൂപ്പർ നിന്നു. അപ്പൊ ഇതൊക്കെ ടെക്നോളജി റിലേറ്റഡ് ആ. സോറി, നിന്നിട്ടില്ല. മൂപ്പർ സൂമിങ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മൂപ്പർ നിന്നു. നോക്ക്, ഇതാണ്. പിന്നെതാ ഇനി ഇതിന്റെ ടെക്നോളജി നോക്കൂ. ഞാൻ ഇത് എല്ലാം ചെയ്തു. കണ്ടോ? ഇതൊക്കെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടെക്നോളജി ഇങ്ങനെ വളർന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അതിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ല ഒരു ട്രഡീഷണൽ വേല പോവല്ല വേണ്ടത്. പിന്നെ നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ഐ ക്യാൻ. നിങ്ങൾ ഒരുപാട് മരുന്ന് എഴുതി കൊടുക്കുന്ന രീതിയില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതിനാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമായിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലാക്കുക, കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലേക്ക് ഇടാൻ പോവാണ്. ആർ യു റെഡി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. ഗൂഗിൾ ചെയ്യാൻ പാടില്ല. ഗൂഗിള് ഈവൻ ചാറ്റ് GPT ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചാറ്റ് GPTയിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അയക്കുമ്പോഴേ സോറി ഇതിനേക്കാൾ ഇന്റർനെറ്റിൽ നോക്കരുത്. ഇന്റർനെറ്റിൽ നിങ്ങൾ നോക്കരുത്. ഞാൻ പറയാൻ കാരണം അറിയോ? ഇന്റർനെറ്റിൽ ചിലതൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ചിലതൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇന്റർനെറ്റിലല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. വാട്ട് യു പീപ്പിൾ ക്യാൻ ഡു ഫ്രം യുവർ സൈഡ്. അതാണ് നോക്കേണ്ടത്. ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചെയ്ത അങ്ങനല്ല. സ്കൂളിൽ ഒരു ക്വസ്റ്റ്യന് ട്രയാങ്കിൾസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ല. ഞാനെങ്കിലും പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനൊക്കെ ഞാൻ പിന്നീട് പറയും. ഈ ട്രയാങ്കിൾ ഉണ്ട്. ഇത് സെക്കൻഡ് ട്രയാങ്കിൾ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ABC ആൻഡ് PQ ആണ്. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് തന്നിട്ടുണ്ടാവുക ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം.
എടാ ബോർഡിൽ കളിക്കലടാ. ഇതാണ്. This already I told you. Why people are playing with the board? നിങ്ങൾ ഒരാളെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. നോ പ്രോബ്ലം. ഇവിടെ ആരാ കളിക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങളെ മെയിൽ ഐ ഡി എന്റെ വാട്സപ്പിലേക്ക് വരും. കാരണം ഇത് പെയ്ഡ് വേർഷൻ ആണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ഈ രണ്ട് ട്രയാങ്കിള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് ട്രയാങ്കിള് എന്നിട്ട് തന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നത് this side by this side equal to this side by this side and there is a median also is the median. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് ചെയ്യാൻ. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഈ സൈഡ് ബൈ ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് ആൻഡ് മീഡിയൻ ഈക്വൽ ടു മീഡിയൻ. പക്ഷെ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പലർക്കും അറിയില്ല. അത് ഇന്റർനെറ്റിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇതായിരിക്കും. എങ്ങനെ തന്നത് ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് ഈക്വൽ ടു ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് ആൻഡ് മീഡിയൻ ഈക്വൽ ടു മീഡിയൻ. ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതെന്താ ചെയ്തിട്ടുണ്ടാവുക സ്കൂളുകാർ പലരും ചെയ്തിട്ടുള്ളത്? ഇതിങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ആക്കി ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണ്ട. ഇത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ച മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇൻ ബിറ്റ്വീനിൽ പറയും. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലേക്ക് ഇടാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞു പലതും നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യും. വെൻ യു പീപ്പിൾ ആർ ട്രൈങ് സംതിങ് ന്യൂ വിൽ കം. അങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. അല്ലാതെ എനിക്ക് നെറ്റിലുള്ളത് തന്നെയാണെന്ന് ആൻസർ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ ചെയ്യാം. നിങ്ങൾക്കറിയോ 12th സ്റ്റാൻഡേർഡില് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ എക്സാമില് പല ക്വസ്റ്റ്യൻസ് ഇന്റർനെറ്റിൽ പോലില്ല. കാരണം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? പലതും ഇന്റർനെറ്റ് പോലില്ല. ന്യൂ ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പ്ലാൻ സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് സേഫ് ആണ്. കൊമേഴ്സ് എടുക്കുമ്പോൾ കൊമേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റിന് പോകാൻ പറ്റില്ല. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോൾവ് ഫോർ എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. ഇതാണ് ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നത്. 1/a plus b plus x equal to 1/a plus 1/b minus 1/x. ഇതാണ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഹിന്റ് തരാൻ പറ്റുമെങ്കിൽ പറയാം. നെറ്റിൽ നോക്കരുത്, ചീറ്റ് ചെയ്യരുത്. എന്തെങ്കിലും ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്കൂളിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഹിന്റ് ഉണ്ടെങ്കിൽ വോയിസിൽ പറയാം, ടെക്സ്റ്റിൽ പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതും ക്വാഡ്രാറ്റിക് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 1/x minus 1 into x minus 2 plus 1/x minus 2 into x minus 3 plus 1/x minus 3 into x minus 4 equal to 1/6. ഇതൊക്കെ നിങ്ങൾ LCM എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊല്ലം മതിയാവില്ല. അല്പം LCM എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. 1/6. ആർക്കെങ്കിലും ഹിന്റ് ഉണ്ടോ? ധൈര്യമായിട്ട് പറയാം. തെറ്റിനോടത്തല്ല, ഇത് പറയുന്നിടത്താണ്. നമ്മൾ പറയാതെ ഇരുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. LCM എടുത്തു കഴിഞ്ഞാൽ പണി പാളും. ആർക്കും മറുപടി ഇല്ല? അതൊക്കെ ബോർഡ് എക്സാം എഴുതാൻ പോണവരാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലില്ല എന്ന് പറയരുത്. ബോർഡിനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പല ക്വസ്റ്റ്യനും എന്റേതായിട്ടുള്ള രീതിയിൽ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതല്ല. ഇത് ബോർഡ് എക്സാമിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പറയാം, ഞാൻ ജസ്റ്റ് ഐഡിയ തരാം. ഇതിലെ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ -1/x ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. ട്രാൻസ്പോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ LC എടുക്കാം. ജസ്റ്റ് ട്രാൻസ്പോസ്. In this group, any non-Malayali students are there? Please inform us, because we don't know how many of you are joined. Just 1 minute. So, ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുന്നു. ഷിബിലെ don't chat each other, just focus here. ഫസ്റ്റ് ട്രാൻസ്പോസ് ചെയ്യുന്നു. നോക്കിക്കോ എങ്ങനെ ചെയ്യുന്നത്. +1/x -1/x ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇത് വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? LCM എടുക്കുമ്പോൾ മീൻസ് ക്രോസ് മൾട്ടി. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. LCM എടുക്കുമ്പോൾ x പ്ലസ്, അവിടെ ചെറിയൊരു കറക്ഷൻ ഞാൻ വരുത്തുന്നുണ്ട്.
ഇത് -x ആക്കിക്കോളും, കാരണം എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. -x ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്, അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റു x b plus a by ab will explain how I done it. Don't worry. ഞാൻ കുറച്ച് ക്വിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. When we are discussing the content at that time in detail, I will tell you. Cross multiplication means this into this plus this into this divided by this into this. That's what we are calling LCM. And here what we are doing, this b came up and this one. That's what we are doing. Now after this, x and x cancel. The balance thing is what? A plus b by ax plus bx minus x square. I took x inside. Then right side what will be? A plus b over ab. I hope you understood it, what I did. See, cross multiplication ചെയ്തു, ഞാൻ പിന്നെ LCM എടുത്തു, that's what I mean, a plus b. നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടിയില്ല, ഡയറക്ട്ലി a plus b നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. എയും ബിയും ഒറ്റ കട്ട് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ ഒരേ ടേമാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ab came up, ax plus bx right side, that you know, because your equal sign, not LCM, this is transposed to the here. Then after you transpose everything left side, x square minus ax minus bx plus ab equal to 0. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അത് കംപ്ലീറ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് മറച്ചിട്ടു, ട്രാൻസ്പോസ് ചെയ്തു. So what happened? Now splitting the middle term. Splitting the middle term ഒക്കെ പറയട്ടോ, ഒരു ക്ലാസ്സിൽ splitting the middle term കാര്യങ്ങളൊക്കെ പറയും. I told you already, if you people are chatting each other and all, so don't disturb others. This all mail ID and everything will record, then it will be a problem for you people only. Be careful about that. See, after this, we people have to do what? Splitting the middle term. See, splitting the, this is just an introduction only, not clear and all, later we'll discuss, not now. So here what we are doing, x we are taking commonly out, x minus a. And here minus b we are taking out x minus b. Because splitting the middle term I didn't teach you. This all I will teach you next class onwards. X minus b equal to 0. This is just for understanding those who are here, how we are doing and all. Explanation and clear explanation and everything we'll do next class onwards. Don't worry. So this will be the solution of this one. So many people are having a problem. So without discussing splitting the middle term, it is not possible to discuss this all. So that's why one question I given to understand, because you already finished this chapter. Many exam also you wrote by using quadratic equation. So what I done after this one, I got x equal to a, x equal to b. The kitty. ഇതെനിക്കറിയാം പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടില്ല എന്താ ചെയ്തെന്നുള്ളത്, പക്ഷെ ഒരുവിധം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ പറഞ്ഞു മനസ്സിലായിട്ടില്ല. സോ ഡോണ്ട് വറി, വിൽ ഡിസ്കസ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ്. ആൻഡ് ഐ വാണ്ട് ടു സേ അബൌട്ട് ദിസ് വൺ, ഇനീഷ്യലി യു ഷുഡ് നോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം ഇപ്പോഴും പലർക്കും അറിയില്ല. നമുക്ക് ക്വാഡ്രാറ്റിക്കിൽ വേണം, എ പിയിൽ വേണം. നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് ചാപ്റ്റർ അല്ല, സർഫസ് ഏരിയ വോളിയത്തിലും ഇതുണ്ട്, ഏരിയാസ് റിലേറ്റഡ് സർക്കിളും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ട്രിഗണോമെട്രി സർഫസ് ഏരിയ വോളിയത്തിൽ വരുന്നുണ്ട്, സർക്കിൾസിൽ വരുന്നുണ്ട്. ഇതൊക്കെ കണക്റ്റഡ് ആണ്. റിയൽ നമ്പേഴ്സിൽ ട്രിഗണോമെട്രി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളതിലൊക്കെ ട്രിഗണോമെട്രി അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പം ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അറിയണം. ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ലാസ്റ്റ് വാല്യൂ ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് വാട്ട് വിൽ ഡു, ലാസ്റ്റ് വാല്യൂ ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ് വാട്ട് വിൽ ഡു, ഇഫ് സം അതർ കോഎഫിഷ്യന്റ് is coming what will do. This everything we'll discuss next class. I hope you understood today's introduction lesson. Introduction lesson is actually, I told you I didn't teach anything, but this is the important thing what I told you initially. Your planning is very important. Planning in the sense, the chapter which one you are selecting initially, I told you about this one. Please make sure you are perfect with this chapters. 45. 1 minute. Sorry. This chapter, this 8th chapter, are you perfect or not? You have to check. Then only we can move ahead. So this chapter, I'll also help you. I'll give the material and the modules and everything. So slowly we'll upgrade. Then we'll come to this one. Initially, this chapter you have to be perfect. 45 mark. ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ 45 മാർക്ക് സ്കോർ, അത് മിനിമം മാർക്ക് കേട്ടോ, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം, നിങ്ങളെ ഫ്യൂച്ചറും പ്ലാൻ ചെയ്യാം. കാരണം വെറുതെ ഒരു ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ, പിന്നെ നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് പിന്നെ എഞ്ചിനീയറിംഗോ ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ ഒരു പണിയില്ല. നിങ്ങളെ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആവാം. ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ആവാം. പക്ഷെ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ഇൻ ദ സെൻസ്,
ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പം സോറി കേട്ടോ, നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ നോൺ വെജ് വെജ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം സോറി. ഇപ്പൊ ഇവിടെ 2 ഹോട്ടലുണ്ട്. നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, ഇവിടെ വേറൊരു ഹോട്ടലുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ബ്രോസ്റ്റ് കിട്ടേണ്ടിയിരിക്കാം, ഇവിടെയും ബ്രോസ്റ്റ് കിട്ടും. ഇവിടെ പിന്നെ 500 ആണ്, ഇവിടെ 400 ഉള്ളൂ. പക്ഷെ ചില ആൾക്കാർ ഇവിടേക്കേ പോവുള്ളൂ. കാരണം അവിടെ 500 കൊടുത്താലും നഷ്ടമല്ല, ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളെ വീടിന്റെ അടുത്തൊക്കെ, വീടിന്റെ അടുത്ത് മീൻസ് നോട്ട് ഇൻ ദ സെൻസ് വെരി ക്ലോസ് ടു ആ ഡിസ്ട്രിക്റ്റിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവും. അഡ്മിഷൻ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, എഞ്ചിനീയറിംഗ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാം. ദ സെയിം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യു ക്യാൻ ഡു മുംബൈ IIT. മുംബൈ IIT ചെയ്യാം. രണ്ടും ഒരേ കോഴ്സ് ആണ്, ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. ബട്ട് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഇസ് ഡിഫറെന്റ്. ഇവിടെ നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്ടല്ലോ CV പിടിച്ച് നിങ്ങൾ നടക്കേണ്ടി വരും. ജോലി ഉണ്ടോ, പിന്നെ വീട്ടുകാരോട് ചോദിക്കേണ്ടി വരും, ഗൾഫിക്ക് ഒരു വിസ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരും. പക്ഷെ ഇതത് വേണ്ട. ഇത് വൺസ് യു കംപ്ലീറ്റഡ്, നിങ്ങളെ അവിടുന്ന് കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും നിങ്ങളെ പൊക്കി പോയിട്ടുണ്ടോ? പെർ ഇയറിലാണ് അവർ സാലറി പറയാം, 15 lakh 20 lakh ഇത് പറയാം. അതൊക്കെ ഇനീഷ്യലുള്ള സാലറികളാണ്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് വെറുതെ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ അല്ല. ഇപ്പം വേറെ ക്വാളിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ക്വാണ്ടിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നോട്ട് ക്വാണ്ടിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ ബെഞ്ച് മാർക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണ്ട. അതിന്റെ കൂടെ തന്നെ എല്ലാം നിങ്ങൾ ഈ 2 വർഷങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കും. ഈ 2 വർഷം അപ്പൊ ആൾക്കാർ പറയും ഇതുവരെ ആവുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്. അങ്ങനല്ല. ഈ 2 വർഷം 10ാം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറഞ്ഞു, ഒന്ന് ഞാൻ പറഞ്ഞു പ്രസ്റ്റീജ്. സെക്കൻഡ് തിങ്, അഡ്മിഷൻ ടു 11th and 12th. ഇത്ര ഇതിനെ കുറിച്ച് ഞാൻ 10th പറയാം. ഒന്ന് പ്രസ്റ്റീജ്, രണ്ടാമത്തെ എന്താണ്, അഡ്മിഷൻ ടു 10th 11th. നല്ലൊരു സ്കൂൾ അഡ്മിഷൻ കിട്ടുക 11th. പക്ഷേ 12th റിസൾട്ട് അതല്ല. 12th റിസൾട്ട് ഇസ് അഡ്മിഷൻ ടു യുവർ ഫ്യൂച്ചർ ആണ്, ബെറ്റർ ഫ്യൂച്ചർ. സിംപ്ലി ഡോണ്ട് ടേക്ക് എനി കോഴ്സ് ഓർ എനിത്തിങ്. I'm concluding this session. I hope what we discussed today, it is helpful for you. And നമ്മൾ കൂടുതൽ ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ് നമ്മൾ വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് കൂടുതൽ ബി ഓൺ ടൈം. എന്തുകൊണ്ടാണ് ബി ഓൺ ടൈം എന്ന് പറയാം? നിങ്ങളോട് ഇന്ത്യൻ ടൈം 6:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ടൈം 4 o'clock ഉണ്ടാവും, 5 o'clock ഉണ്ടാവും. ഒക്കെ ഡിപ്പെൻസ്. ബി ഓൺ ടൈം. കാരണം ഒരു ക്ലാസിന്റെ ആദ്യത്തെ 5 മിനിറ്റിലാണ് ഞാൻ മെയിൻ പോയിന്റ് പറയാം. എന്താണ് ട്രിഗണോമെട്രി, എങ്ങനെയാണ് ട്രിഗണോമെട്രി റിസൾട്ട് കൊടുക്കുക, ആദ്യത്തെ 5-10 മിനിറ്റ്. പിന്നെ അത് കഴിഞ്ഞ റിമൈനിങ് 45 മിനിറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്താ അറിയോ, പ്രോബ്ലംസ് ആണ് റിലേറ്റഡ് ടു ദിസ് വൺ. പ്രോബ്ലംസ്, ഹൗ വി ക്യാൻ സോൾവ് ദാറ്റ്, ഹൗ വി ക്യാൻ സോൾവ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇനീഷ്യലി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നഷ്ടമായിരിക്കും. പിന്നെ ക്ലാസിന്റെ അവസാനത്തിലാണ് ഞാൻ HOT, ഹയർ ഓർഡർ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ സിസ്റ്റമാറ്റിക്, മെന്റലി റെഡി ആവാം. I am ready for anything. Okay, I hope you understood everything. Anif sir, Radhi ma'am, can I conclude? Yes sir, you can conclude. Okay, then you can conclude it. Okay, bye. Take care. Sir will tell something, just follow that. Thank you, sir. Thank you, sir. Okay. Hi everyone. Hello. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി വിശ്വസിക്കുന്നു. ആണല്ലോ അല്ലേ? Yes. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ. നന്നായി പഠിക്കുക, നന്നായി പരിശ്രമിക്കുക. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് സന്ധിക്കും വരേക്കും വണക്കം. ഓക്കെ, Bye. Take care. Good night. Thank you. Bye. Thank you all. Thank you, sir.